A nurse administers an intravenous solution of 0.45% sodium chloride with respect to human blood cells. To which category of fluids does this solution belongs? Options: isotonic, isometric, hypotonic and hypertonic. Answer: hypotonic solution ആണ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന 0.9% NS ആണ്. NS നോർമൽ സലൈൻ എന്ന് പറയുന്നത് IV ഫ്ലൂയിഡ് 0.9% ആണ്. അത് ഐസോട്ടോണിക് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ 0.45 മീൻസ് ഹാഫ് NS. ഹാഫ് NS എന്ന് പറയുന്നത് ഹൈപ്പോട്ടോണിക് സലൈൻ ആണ്. അത് 3% സലൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈപ്പർട്ടോണിക് സലൈൻ ആണ്. സോ ഇവിടെ ആൻസർ ഹൈപ്പോട്ടോണിക്. ഹാഫ് NS എന്താണെന്നാണ് ചോദിക്കുന്നത്, ഹൈപ്പോട്ടോണിക് ആണ്. A client is admitted with metabolic acidosis. The nurse understands that two body systems interact with the bicarbonate buffer system to preserve the normal body fluid pH. What are the two body systems should the nurse assess for compensatory changes? Options: skeletal and nervous system. Second option, circulatory and urinary system. Third option, respiratory and urinary system. Fourth option, muscular and endocrine system. Answer: respiratory and urinary system. ഇവിടെ നമ്മളുടെ ബോഡിയിൽ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്നത്, നോർമലി മീൻസ് നമ്മുടെ ബോഡി അതിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ആൻഡ് യൂറിനറി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത് കൂട്ടി ആസിഡിക് നേച്ചറിനെ കുറയ്ക്കുന്നു. അല്ല ആൽക്കലൈൻ നേച്ചറിലാണ് ബോഡി ബ്ലഡ് പോകുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും. അതേപോലെ റീനൽ സിസ്റ്റമാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ റാപ്പിഡ് റെസ്പോൺസ് റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ്. സോ റീനൽ സിസ്റ്റം ബൈകാർബണേറ്റ് അയോൺസിൻ്റെയും ഹൈഡ്രോജൻ അയോൺസിൻ്റെയും സ്റ്റോറേജും എക്സ്ക്രീഷൻ വഴിയും ഈ ബാലൻസിനെ, ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് ബ്ലഡിൽ നോർമലൈസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നു. സോ അങ്ങനെ ഏതൊക്കെ സിസ്റ്റമാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ചേഞ്ചസ് വരുന്നത് ഏതിനകത്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റെസ്പിറേറ്ററി സിസ്റ്റവും യൂറിനറി സിസ്റ്റവും. The nurse assesses a client electrolyte levels. Which electrolyte of intracellular fluid does the nurse identify as the most important? Option: sodium, calcium, chloride, potassium. ആൻസർ പൊട്ടാസ്യം. നമുക്കറിയാം ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പൊട്ടാസ്യമാണ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം തന്നെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. For what clinical indicator must the nurse assess the client with gastric lavage or prolonged vomiting? Options: decreased serum pH, increased serum oxygen level, increased serum bicarbonate level, decreased serum osmotic pressure. Answer: increased serum bicarbonate level. ഗ്യാസ്ട്രിക് ലാവേജ് അഥവാ വൊമിറ്റിംഗ് ഒക്കെ ചെയ്യും, പ്രൊലോങ്ഡ് വൊമിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് വൊമിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഗ്യാസ്ട്രിക് ജ്യൂസാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെ, ആസിഡിക് ആണത്, നേച്ചറാണ് അതിന്. സോ അത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കും നമ്മളുടെ ബ്ലഡിൽ ബൈകാർബണേറ്റ് ലെവൽസ് ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസസ്. സോ ഇൻക്രീസ്ഡ് സിറം ബൈകാർബണേറ്റ് ലെവലാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഇൻക്രീസ്ഡ് സിറം ബൈകാർബണേറ്റ് ലെവൽ ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ആൽക്കലോസിസ്. അങ്ങനെ അത് ആൽക്കലോസിസിലേക്ക് കാരണമാകുകയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. What clinical indicator will the nurse most likely identify when assessing a client with pyrexia? Options: dyspnea, second option precordial pain, third option increased pulse rate, fourth option elevated BP. Answer: increased pulse rate. ടിഷ്യൂ ഓക്സിജൻ ഡിമാൻഡ് കൂടുകയാണ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പൈറക്സിയ. സോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ആൻസർ ഇൻക്രീസ്ഡ് പൾസ് റേറ്റ്.